അപ്പോൾ ആൻഡ് സ്റ്റാർസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നേരത്തെ ഇട്ട ആനക്കോട് പോയ യാത്രയുടെ ബാക്കി വീഡിയോസാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോരിലേക്കാണ്. പോരിലും ഇതുപോലെ തന്നെ ആനക്കോട് പോയ പോലെ തന്നെ എൻട്രി ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന പാർക്കിംഗ് ഫ്രീ ആണ്, പക്ഷേ ഉള്ളിലേക്കും നമുക്ക് പാർക്ക് ചെയ്യാം, പക്ഷേ അവിടെ ഫീ ഉണ്ട്. പോരെന്ന് പറഞ്ഞ സ്ഥലവും ഇതുപോലെ നേരത്തെ പോയ ആനക്കോടും ഏകദേശം അടുത്ത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 3.5-4 കിലോമീറ്റർ മാത്രമാണ് ഇത് രണ്ടിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ കാർ പാർക്കിങ്ങിന് ഫീ ഒക്കെ ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒരു തുമ്പിനെ കാണാം. ആ തുമ്പിനെ കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിത് വെള്ളം ഒഴുകി പോകുന്നത് കാണാം. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളായിട്ട് ഒഴുകുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ നടുക്കിൽ കൂടെയാണ് നമുക്ക് നടക്കാനുള്ള പാത. ഇത് 2 സൈഡിലും വെള്ളമുണ്ട്. എൻട്രി ഫീസൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ 2 സൈഡിലും കമ്പിവേലികൾ കൊടുത്തിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ഇവിടെ ആനകളൊക്കെ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കമ്പിവേലികൾ ഇട്ടിരിക്കുന്നത്. പ്രവർത്തന സമയം എന്ന് പറയുന്നത് 9 മണി തൊട്ട് 4 മണി വരെയാണ്. 4 മണിക്ക് ശേഷം പിന്നെ ടിക്കറ്റൊന്നും കൊടുക്കുന്നില്ല. 4:45 വരെയാണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളെ തിരിച്ചു വിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മനോഹരമായ നമ്മുടെ പോരിലെ നദി ഒഴുകുന്നത് കാണാം. മഴക്കാലത്താണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇറങ്ങാനോ അവിടെ പോയി നീന്താനോ സാധിക്കുന്നതല്ല. ഡിസംബർ സമയത്താണ് അവർ നമ്മൾ നദിയിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോയപ്പോൾ നീന്താനോ കളിക്കാനോ പറ്റിയില്ല. ഈ സമയത്താണെങ്കിൽ ഒഴുക്ക് നല്ലതുണ്ട്. നമ്മളെ നിരീക്ഷിക്കാനായിട്ട് അവിടെ ഗാർഡുകളുണ്ട്. നമ്മൾ അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ അവർ വന്ന് വിസിലടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വേലി അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പാടില്ല. അതിമനോഹരമായ കാഴ്ചയാണ്. അവിടെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് കാണുമ്പോൾ. പോരെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മൈൻഡൊക്കെ നന്നായി റിലാക്സ് ആവും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഉണ്ട്, ആ നല്ല വായുവൊക്കെ ശ്വസിച്ച് അപ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഭയങ്കര കൂളായിരിക്കും. അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് വേസ്റ്റ് ഒന്നും നമുക്ക് അവിടെ ഇടാൻ പാടില്ല. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അവിടേക്ക് ഫുഡ് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് തിരിച്ചു കൊണ്ടിട്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം കൂടിയും സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു കുന്ന് പോലെയാണ്. അതായത് ഫുള്ള് പാറക്കെട്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് വേണം നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ. നമ്മൾ പാറക്കെട്ടിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണെങ്കിൽ അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ പോരിൻ്റെ മുക്കാ ഭാഗം എത്തി. ഇപ്പോൾ നമ്മുടെ ഒരു പുഴയുടെ സൈഡിൽ കൂടെ ഒരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ നടക്കണേ. ഇവിടെ അവർ വെള്ളത്തേക്കൊന്നും ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല. ഇവിടെ ഒരു ചേച്ചിയൊക്കെ നിൽക്കുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട്, വിസിലൊക്കെ പിടിച്ച്. അപ്പോൾ ഇവിടെ നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ട്. നമ്മളിപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ വരാണ്. ഒക്കെ പാറക്കെട്ടിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അതായത് ആ കുന്ന് പോലത്തെ സ്ഥലം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നിട്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുക. ഞങ്ങൾ രണ്ടുപേര് വെച്ചിട്ടാണ് അവിടേക്ക് പോയത്. നമ്മൾ റീച്ചലിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവിടേക്ക് പോകാനുള്ള വഴിയുമാണെങ്കിലും ഇതുപോലെ തന്നെ ഭയങ്കര കൺജസ്റ്റഡാണ്. അതുകൊണ്ട് നമുക്ക് ക്രാങ്ങളെ ആ സൈഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പപ്പയും അമ്മയും അങ്ങനെ പോയത് ഞങ്ങൾ. ഈ സ്ഥലത്തൊക്കെ നല്ല ഒഴുക്കുണ്ട്. നമ്മൾ നേരത്തെ പോരിൻ്റെ എൻട്രൻസ് കാണാൻ മറന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ലാസ്റ്റിൽ ആ എൻട്രൻസ് കാണിക്കുന്നത്. 2 സൈഡിലും ഫുള്ള് ഇങ്ങനെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണ്. പറ്റുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ.